റേഷൻ ടോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു പ്രത്യേക സന്തോഷമുണ്ട് നമുക്ക് എല്ലാവർക്കും. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ലക്കി ഭാസ്കർ എന്ന ചിത്രം 100 കോടി ക്ലബിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. അത് 100 കോടി കളക്ട് ചെയ്തു. ദുൽഖറിൻ്റെ പേജിൽ കൂടെ തന്നെ അദ്ദേഹം പുറത്തുവിട്ട അനുസരിച്ച് 1 ബില്യൺ ആണ് അതിൻ്റെ ഒരു കളക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു 100 കോടി അത് കളക്ട് ചെയ്തു കഴിഞ്ഞു. അപ്പോൾ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ദുൽഖർ സൽമാൻ്റെ ആരാധകരായിട്ടുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ നമ്മളെയൊക്കെ പോലുള്ള ഒരുപാട് പ്രേക്ഷകർക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യം. നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറേ നാളുകളായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ സിനിമ റിലീസിന് മുമ്പ് തന്നെ ഒരുപാട് ആൾക്കാർ പറഞ്ഞു ഈ സിനിമ ഒരു 100 കോടി ക്ലബിൽ എത്തുമെന്ന്. കാര്യം ദുൽഖർ സൽമാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ആദ്യ 100 കോടിയാണ് ഈ സിനിമ എന്ന് പറഞ്ഞത്. അതായത് ബിസിനസ് കളക്ഷൻ കൂട്ടാതെയുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യ 100 കോടി. പല ആൾക്കാരും ചോദിക്കാറുണ്ട് ദുൽഖർ സൽമാനോട് 100 കോടി ക്ലബിൽ ഇതുവരെ കയറാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത്. അതൊക്കെ ഈ പറഞ്ഞ കണക്ക് ഒരു പഴങ്കഥയായി മാറിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരു 100 കോടി ക്ലബിലേക്ക് അദ്ദേഹം പ്രവേശിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഈ 100 കോടി ക്ലബിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു തെലുങ്ക് സിനിമയാണെന്നുള്ളതാണ്. അതായത് ഒരു അദ്ദേഹത്തിൻ്റെ സ്വന്തം തട്ടകത്തിലുള്ള ഒരു മലയാള സിനിമയല്ല. ഇതിപ്പോൾ മലയാളത്തിൽ തന്നെ നമുക്കറിയാം. ഇപ്പോൾ അങ്ങനെ നമ്മൾ നോക്കാനാണെങ്കിൽ മലയാളത്തിൽ തന്നെ നിരവധി വലിയ ഹിറ്റുകൾ അദ്ദേഹം സൃഷ്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉസ്താദ് ഹോട്ടൽ, ABCD, ബാംഗ്ലൂർ ഡേയ്സ്, വിക്രമാദിത്യൻ, ചാർലി, കുറുപ്പ്, അങ്ങനെ വലിയ വിജയങ്ങളൊക്കെ ഒരുപാട് അദ്ദേഹത്തിനുണ്ട്. അതുപോലെ തമിഴിൽ അദ്ദേഹം ഒരുപാട് വലിയ വിജയങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. തെലുങ്കിൽ അദ്ദേഹം അഭിനയിച്ച 3 സിനിമകളും ഏതാണ്ട് 2 സിനിമകൾ ഇപ്പം മഹാനടിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആദ്യം പുറത്തു വന്ന വാർത്തകൾ പ്രകാരം 100 കോടി ക്ലബിലെത്തിയ ഒരു സിനിമയായിരുന്നു. പക്ഷേ ദുൽഖർ സൽമാൻ തന്നെ പറയുന്നു അദ്ദേഹത്തിൻ്റെ ഇപ്പം ഈ സിനിമയ്ക്ക് മുമ്പ്, അത് ലക്കി ഭാസ്കറിന് മുമ്പ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് ഒരു 100 കോടി ക്ലബ്ബിൽ കയറാൻ സാധിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറഞ്ഞ കണക്ക് ഒരു 50 കോടി ക്ലബിലെത്തി, അല്ലെങ്കിൽ ഒരു 90ൻ്റെ മേളിലേക്ക് എത്തിയ മഹാനടിയും, അല്ലെങ്കിൽ 98 കോടി കളക്ട് ചെയ്തിട്ടും 100 കോടിയിൽ എത്തിച്ചേരാൻ സാധിക്കാത്ത സീതാരാമോ ഉള്ളപ്പം ഇപ്പോൾ ഒരു 100 കോടി ക്ലബിലേക്ക് ദുൽഖർ സൽമാൻ എത്തിയിട്ടുണ്ട്. നമ്മൾ മുമ്പേ പറഞ്ഞ കണക്ക് ഒരു തെലുങ്ക് സിനിമയിൽ കൂടെ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു മലയാളത്തിലെന്നുള്ളതല്ല, മറ്റ് ഭാഷകൾ നമ്മൾ നോക്കിയാലും, ഇപ്പോൾ ഒരു തമിഴായാലും അല്ലെങ്കിൽ തെലുങ്കായാലും ഹിന്ദി ആണെങ്കിലും അങ്ങനെ ഏത് ഭാഷ നമ്മൾ എടുത്താലും ഒരു അന്യഭാഷയിൽ ചെന്ന ഒരു നടൻ ഒരു 100 കോടി ക്ലബിൽ, അതായത് ഒറ്റയ്ക്ക് ഒരു നായകൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും തോളിലേറ്റിക്കൊണ്ട് ഒരു സിനിമ ഒരു 100 കോടി ക്ലബിൽ കയറ്റുക അല്ലെങ്കിൽ കയറ്റിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ വളരെ തുച്ഛമായിട്ടുള്ള വളരെ കുറച്ച് താരങ്ങൾ മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ഒന്നും സാധിച്ചിട്ടില്ലാത്ത ഒരു കാര്യം. പ്രത്യേകിച്ച് മലയാളത്തിൽ ദുൽഖർ സൽമാൻ അല്ലാതെ ഇപ്പോൾ മമ്മൂക്കയ്ക്കോ ലാലേട്ടനോ അല്ലെങ്കിൽ അതുപോലുള്ള ആർക്കെങ്കിലുമോ ഇന്നത്തെ യുവനടന്മാരിൽ ദുൽഖറുമായിട്ട് നമുക്ക് താരതമ്യപ്പെടുത്താൻ എന്ന രീതിയിൽ കൊണ്ടുപോകാൻ അങ്ങനെയുള്ള ആരെങ്കിലും പോലും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അവരൊന്നും ഇപ്പോൾ നായകന്മാരായിട്ട് ഒറ്റയ്ക്കൊരു സിനിമ ഒരു 100 കോടി ക്ലബിൽ കയറ്റിയിട്ടുള്ള അങ്ങനെ ആരും ഇന്ന് മലയാള സിനിമയിലില്ല. ഇന്ത്യൻ സിനിമയിൽ പോലെ ഞാൻ പറഞ്ഞ കണക്ക് വളരെ തുച്ഛമായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം. ഇപ്പം നമ്മൾ മാത്രമല്ല, ഇപ്പം ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന ഒരു നടൻ തെലുങ്കിൽ 2 പ്രാവശ്യം 100 കോടിക്ക് അടുത്തെത്തിയ ആളെ. ഇപ്പോൾ മഹാനടിയും സീതാരാമോ എന്ന് പറയുന്ന സിനിമ. പക്ഷേ വെങ്കി അഡ്ലൂരി എന്ന് പറയുന്ന ഒരു ഡയറക്ടർ കാര്യം പറയാനാണെങ്കിൽ അദ്ദേഹം 3-4 സിനിമകൾ അദ്ദേഹം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു ഇതുവരെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു വിജയം ധനുഷിനെ നായകനാക്കി എടുത്തിട്ടുള്ള വാത്തി അല്ലെങ്കിൽ സർ എന്നുള്ള രീതിയിലുള്ള അത് മൊഴിമാറ്റി എത്തിയ സിനിമകൾ തെലുങ്കിലും തമിഴിലുമായിട്ട് ഒരേ സിനിമ തന്നെ. അപ്പോൾ അത്തരത്തിലുള്ള സിനിമ ഒരു 50 കോടി ക്ലബിനപ്പുറത്തേക്ക് വെങ്കി അഡ്ലൂരിക്ക് ഇതുവരെ പോകാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്കകത്ത് തെലുങ്കിൽ നിന്നുള്ളവരും ഇപ്പോൾ തമിഴിൽ നിന്നുള്ള ധനുഷിനെ പോലുള്ള ആൾക്കാരും ഒക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ട് ഇപ്പോൾ വെങ്കി അഡ്ലൂരി എന്ന് പറയുന്ന ഒരു ഡയറക്ടറെ പോലും ഒരു 100 കോടി ക്ലബിലേക്ക് കയറാൻ സഹായിച്ചത് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഭാഷയിലുള്ള ഒരു നടനല്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ആ നടൻ നമ്മുടെ മലയാളിയാണ്. ആ ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന ആ സിനിമയിലെ നായകൻ, അല്ലെങ്കിൽ ഈ വെങ്കി അഡ്ലൂരിയുടെ ഒരു സിനിമ ഒരു 100 കോടി ക്ലബിലേക്ക് കയറാൻ സാധിച്ചത് ഇപ്പം ദുൽഖർ സൽമാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളിയായിട്ടുള്ള നമ്മുടെ സ്വന്തം ദുൽഖർ സൽമാൻ ആണെന്നുള്ളത് നമുക്ക് അതിനേക്കാട്ടിൽ വളരെയേറെ സന്തോഷമുള്ളത്. ഇപ്പം നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ പറയാറുണ്ട്. ഇപ്പം എവിടെയോ ഒരു പരസ്യം നമ്മൾ കണ്ടാണെങ്കിൽ എനിക്ക് തോന്നുന്നത് സിതാര എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ തന്നെയാണെന്ന് 5 ലാംഗ്വേജസ് 1 മാൻ എന്നോ മറ്റോ പറഞ്ഞിട്ടായിരുന്നു ഒരു പരസ്യം എവിടെയോ നമ്മൾ കണ്ടത്. ശരിയാണ്. ഇപ്പോൾ ദുൽഖർ സൽമാനെ സംബന്ധിച്ചിടത്തോളം മലയാളികൾ, അല്ലെങ്കിൽ തമിഴന്മാർ, അല്ലെങ്കിൽ തെലുങ്കന്മാർ, അല്ലെങ്കിൽ ഹിന്ദിക്കാർ, അതുപോലെ കന്നഡ, ഇവിടെ ഉള്ള ഇപ്പോൾ കന്നഡയിൽ ദുൽഖർ സൽമാൻ സിനിമകൾ ചെയ്തിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന് അവിടെ ഉള്ള ഒരു സ്വാധീനം എന്താണെന്ന് നമുക്കറിയാം. ഇപ്പം ഈ ഒരു സിനിമ ലക്കി ഭാസ്കർ എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങുന്ന സമയത്ത് തമിഴ്, എനിക്ക് തോന്നുന്നു ഹിന്ദി പതിപ്പ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ടോന്ന് അറിയില്ല. ഈ അടുത്ത സമയം വരെ അത് റിലീസ് ചെയ്തിട്ടില്ലായിരുന്നു. എന്നിരുന്നാൽ തന്നെയും എല്ലായിടത്തും അതിനുണ്ടായിരുന്ന ഒരു സ്വീകാര്യത എന്ന് പറഞ്ഞാൽ ഒരു വലിയ രീതിയിലുള്ള ഒരു സ്വീകാര്യതയാണ്. ഇതിനൊക്കെ നമ്മൾ സാധിക്കുന്ന കണക്ക് നമുക്ക് പറയാം. ഒരാൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു 5 ഭാഷയിലെ ഒരാൾ നമുക്ക് ആ രീതി പറയുമ്പം ദുൽഖർ സൽമാൻ അല്ലാതെ ഇന്ന് നമുക്ക് പകരം വെക്കാൻ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ പോലും ആരുമില്ല.
ഞാൻ എൻ്റെ പല വീഡിയോകളിലും ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് ഇപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ ഈ പറഞ്ഞ കണക്ക് ഒരുപാട് വലിയ വിശേഷണങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കാൻ അല്ലെങ്കിൽ അത് ലഭിക്കാൻ അർഹനായിട്ടുള്ള ഒരു നടനാണ് ദുൽഖർ സൽമാൻ എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടാകണം, ഇപ്പം നമുക്ക് ദുൽഖറിനെ പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന് പല ആൾക്കാരും പറയാറുണ്ട്. ഈ ദുൽഖറിനെ പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന് നമ്മൾ പറയുമ്പം മുമ്പ് ഞാൻ പറഞ്ഞ കണക്ക് മലയാളത്തിലായിട്ടുള്ള ചില താരങ്ങളുടെ ആരാധകരായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ സിനിമയുമായി ബന്ധപ്പെട്ട് ദുൽഖർ സൽമാൻ അവരുടെ കൺമുമ്പിലൂടെ അദ്ദേഹത്തിൻ്റെ വലിയ രീതിയിലുള്ള വളർച്ച സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചില സെലിബ്രിറ്റഡ് ആയിട്ടുള്ള ആളുകളൊക്കെ നമ്മൾ ഈ പാൻ ഇന്ത്യൻ സ്റ്റാർ എന്നൊക്കെയുള്ള രീതിയിലുള്ള അല്ലെങ്കിൽ മലയാളത്തിനെ അന്യഭാഷയിലേക്ക് കൊണ്ടുപോയിട്ടുള്ള അല്ലെങ്കിൽ അന്യഭാഷയിലേക്ക് ഒരു വഴികാട്ടിയായിട്ട് പോകുന്ന ആൾക്കാരെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പം പലരും ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന ഒരു പേരിനെ കണ്ടില്ലെന്ന് നടിക്കും. ചില സെലിബ്രിറ്റികളായിട്ടുള്ള ചില ആൾക്കാർ, ഇപ്പോൾ ഉദാഹരണം വിനീത് ശ്രീനിവാസനൊക്കെ തന്നെ നമ്മൾ മുമ്പ് ഒരു വീഡിയോ തന്നെ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം പൃഥ്വിരാജിനെ പോലുള്ള ആൾക്കാരുടെ പേരെടുത്ത് പറയുമ്പം ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന ഒരു പേര് പലപ്പോഴും പറയാൻ എന്തോ ചിലർക്ക് വലിയ മടിയാണ്, ചിലർക്ക് ചില ബുദ്ധിമുട്ടാണ്. പക്ഷേ അപ്പോഴെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പൃഥ്വിരാജ് തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ദുൽഖർ കാണിച്ചു തന്ന ഒരു വഴി കൂടെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത്. അതൊരു വാസ്തവമാണ്. കാര്യം ശരിക്കും പറഞ്ഞാൽ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ മലയാളത്തിൽ നിന്ന് ഉണ്ടാകുക എന്ന് പറയുന്നത് ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന ഒരു നടനാണെന്ന് നമുക്കറിയാം. മറ്റുള്ളവരെല്ലാം അദ്ദേഹത്തിൻ്റെ പിന്നാലെ പോയി അദ്ദേഹം കാണിച്ചു കൊടുത്ത ഒരു വഴിയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഈ പറയുന്ന കണക്ക് ദുൽഖർ അങ്ങ് എത്തിയിട്ട് പോലും ദുൽഖറിൻ്റെ അദ്ദേഹം പോയ വഴിയിൽ ഒരു പകുതി പിന്നിട്ട് നിൽക്കുന്ന അവസ്ഥയിലല്ലാതെ അവർക്കാർക്കും ആ രീതിയിൽ മുന്നോട്ട് പോകാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഇനി ഏതെങ്കിലും ഒരു മലയാള നടനെ കൊണ്ട് ഇപ്പോൾ ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന ഒരു നടനല്ലാതെ അന്യഭാഷയിൽ പ്രത്യേകിച്ച് തെലുങ്കിലൊക്കെ പോയി ഒരു 100 കോടി ക്ലബിൽ കയറാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ സാധിക്കണമെന്നുണ്ടെങ്കിൽ അവരവിടെ പോയിട്ട് അവിടുത്തെ ഏതെങ്കിലും ആ ഭാഷ ഏത് ഭാഷയാണെന്ന് വെച്ചാൽ ആ ഭാഷയിലെ അവിടുത്തെ പ്രധാനപ്പെട്ട സൂപ്പർ സ്റ്റാർസിൻ്റെ അല്ലെങ്കിൽ അതുപോലെ പ്രധാനപ്പെട്ട ഏതെങ്കിലും താരങ്ങളുടെ സിനിമയ്ക്കകത്ത് ഒരു അതിഥി വേഷമോ ഒരു സഹനടൻ വേഷമോ ഒരു വില്ലൻ വേഷമോ ഒക്കെ ചിലപ്പോൾ അവർക്ക് ചെയ്യേണ്ടി വരും. കാര്യം അങ്ങനെ ആണെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഒരു 100 കോടി ക്ലബിലോ 200 കോടി ക്ലബിലോ ഒക്കെ ചിലപ്പോൾ അവർക്ക് കയറാൻ സാധിക്കും. പക്ഷെ അല്ലാതെ ഒരു നായകനായിട്ട് ഒരു സിനിമയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയിട്ട് ഒരു സിനിമ വിജയിപ്പിച്ച് ഒരു 100 കോടിയിൽ ക്ലബിലൊക്കെ കയറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു നടനെ കൊണ്ട് അത് സാധിക്കുന്ന കാര്യമല്ല എന്നുള്ളത് നമുക്കറിയാം. കാര്യം അപ്പം നമ്മളെല്ലാം ഒരുപാട് ദിവസങ്ങൾ കൊണ്ട് കാത്തിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ പലരും ഇപ്പം കഴിഞ്ഞ 2 ദിവസം നമ്മൾ ഒരു 97 കോടി വന്നതിന് ശേഷം ഒരു 2 ദിവസം പലരും വെയിറ്റ് ചെയ്തു. അല്ലെങ്കിൽ പലരും ദുൽഖർ അദ്ദേഹത്തിൻ്റെ പേജിൽ കൂടെ കളക്ഷൻ പുറത്തു വിടാൻ വേണ്ടിയിട്ട് അല്പം താമസിച്ചു. ഇതിനിടയ്ക്ക് പല ആൾക്കാരും 102 കോടി 100 കോടി എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്തിട്ട് ഞാൻ വളരെ ക്ഷമയോടുകൂടി കാത്തിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്രയും ദിവസം നമ്മൾ വീഡിയോ ചെയ്തത് മുഴുവൻ ഒരു ആധികാരികത ഉണ്ടായിരുന്നു. അത് ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന ഒരു താരത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ കൂടെ ഫസ്റ്റ് ഡേ മുതൽ അല്ലെങ്കിൽ സെക്കൻഡ് ഡേ മുതൽ അതിൻ്റെ കളക്ഷൻ പുറത്തു വിട്ടിരിക്കുന്നത് ആണ് നമ്മൾ വീഡിയോയ്ക്ക് ആധാരമാക്കിയിട്ടുള്ള അല്ലെങ്കിൽ വീഡിയോയ്ക്ക് അടിസ്ഥാനമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരു ആധികാരികതയോടുകൂടി നമ്മളൊരു കളക്ഷനുമായിട്ട് മുന്നോട്ട് പോകുമ്പം അദ്ദേഹം പറയാത്ത ഒരു കളക്ഷൻ ആ സിനിമയ്ക്ക് കിട്ടി എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്കൊരു ശരിയായിട്ട് വരുമെന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ ക്ഷമാപൂർവ്വം കഴിഞ്ഞ 2 ദിവസവും കാത്തിരുന്നിട്ട് ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ പേജിൽ കൂടെ തന്നെ കണ്ടതിന് ശേഷം അത് നമുക്ക് ഈ 1 ബില്യൺ അല്ലെങ്കിൽ 100 കോടി എന്ന് പറയുന്നത് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്നത്. കാര്യം 100 കോടി ക്ലബിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ദുൽഖർ സൽമാൻ്റെ സിനിമയും 100 കോടി ക്ലബിൽ എത്തിയിട്ടുണ്ട്. അതും ഒരു അന്യഭാഷ സിനിമയായിട്ടുള്ള ലക്കി ഭാസ്കർ തെലുങ്കിൽ തന്നെ. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ കണക്ക് നമുക്ക് ഒന്നുകൂടെ പറയാം. അതായത് എനിക്ക് തോന്നുന്നത് ഇനി അദ്ദേഹത്തിൻ്റെ പല സിനിമയ്ക്കകത്തും എഴുതി കാണിക്കണമെന്ന് വെറും ദുൽഖർ സൽമാൻ എന്ന് ആവരുത് എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് അല്ലെങ്കിൽ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. കാര്യം അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് എഴുതാം പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ. ഇതിന് ഞാൻ മുമ്പ് ഒരിക്കൽ പറഞ്ഞപ്പം പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന് ഞാൻ പറഞ്ഞപ്പം ആരോ ഒരാൾ ഒരു കമൻറ്റ് ബോക്സിൽ കൊണ്ടുവന്ന് എനിക്ക് ഒരു മറുപടിയായിട്ട് എഴുതി ഇന്ത്യയിലാകെ 4-5 പേരേ ഉള്ളൂ പാൻ ഇന്ത്യൻ. കുറച്ച് ആൾക്കാരുടെ പേര് അദ്ദേഹം എഴുതി. ദുൽഖർ സൽമാൻ ഒരു സൗത്ത് ഇന്ത്യയിൽ മാത്രം ഉള്ള രീതിയിലാണ്. ദുൽഖർ സൽമാൻ്റെ ഹിന്ദി സിനിമകളൊന്നും ഒരുപക്ഷെ ചിലപ്പം അദ്ദേഹം കണ്ടിട്ടുണ്ടാവത്തില്ല. പിന്നെ അദ്ദേഹം പറയുന്നതെല്ലാം പ്രാദേശിക ഭാഷാ നടന്മാരാണ്. അതായത് പ്രാദേശിക ഭാഷയ്ക്കകത്ത് സിനിമ എടുത്തിട്ട് അതിനെയൊക്കെ മൊഴിമാറ്റി കൊണ്ടുവന്നു. ഇപ്പോൾ യാഷ് ആയാലും അതൊരു കന്നഡ പടത്തിലൂടെയാണ്. അങ്ങനെ നമുക്ക് ഇന്ത്യയിലുള്ള ഇപ്പോഴത്തെ വലിയ പാൻ ഇന്ത്യൻ സ്റ്റാർസ് എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്ന ഒട്ടുമിക്ക ആൾക്കാരും ചെയ്യുന്നതെല്ലാം അവരുടെ ഭാഷയിൽ ഒരു സിനിമ അങ്ങോട്ട് എടുക്കും, അതിനെ 4-5 ഭാഷകളിലും മൊഴിമാറ്റി കൊണ്ടുവന്ന് റിലീസ് ചെയ്തിട്ട് അതെല്ലാം പാൻ ഇന്ത്യൻ സിനിമയാണ്, ഇവരൊക്കെ പാൻ ഇന്ത്യൻ സ്റ്റാർസ് ആണെന്ന് പറയും. അവിടെയാണ് നമ്മൾ എതിർക്കുന്നത്. ദുൽഖർ സൽമാൻ അതല്ല. അദ്ദേഹം ഹിന്ദിയിലും തമിഴിലും തെലുങ്കിലും മലയാളത്തിലും എല്ലാം അദ്ദേഹം നായകനാണ്. അതായത് അവരുടെയൊക്കെ ഈ ഭാഷകളിൽ പോയിട്ട് അദ്ദേഹം ഇവിടുത്തെ നായകനാണ്. അല്ലാതെ അദ്ദേഹത്തിൻ്റെ ഇവിടെ സിനിമ മാത്രം എടുത്തിട്ട് മൊഴി മാറ്റി എല്ലായിടത്തോട്ടും പ്രദർശിപ്പിച്ച് ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ എന്നോ പാൻ ഇന്ത്യൻ സിനിമയെന്നോ പറയുന്ന ആളല്ല ദുൽഖർ സൽമാൻ. അപ്പോൾ അത് ആദ്യം ഇതുപോലുള്ള ചില സുഹൃത്തുക്കളൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് ഇനി ഞാൻ പറഞ്ഞ കണക്ക് ഈ അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്കകത്ത് തീർച്ചയായിട്ടും എഴുതി കാണിക്കണം പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ ദുൽഖർ സൽമാൻ ഇൻ എന്നുള്ള രീതിയിൽ എഴുതി കാണിക്കണം. കാര്യം അദ്ദേഹത്തിനെ നമുക്ക് ഇനി ധൈര്യപൂർവ്വം നമുക്ക് പറയാം പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ ആണ് ദുൽഖർ സൽമാൻ, അല്ലാതെ അദ്ദേഹം വെറും ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ അല്ല എന്നുള്ളത്.
അപ്പോൾ ഇനി ഇതിലും വലിയ വലിയ വിജയങ്ങളിലേക്കും ഇതിലും വലിയ ഉയരങ്ങളിലേക്കും അദ്ദേഹം കയറട്ടെ, അല്ലെങ്കിൽ നടന്നു നീങ്ങട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഇനിയും 100 കോടി ക്ലബ്ബിൽ ഒരുപാട് സിനിമകൾ അദ്ദേഹത്തിന് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.